വെക്കേഷനിൽ എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു വാരണാസിക്ക് വിട്ടാലോ. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ ദുബായിൽ നിന്ന് വാരണാസിലേക്ക് വിട്ടു. ഒരു പ്ലാനിങ്ങും എക്സ്പെക്ടേഷനും ഒന്നും ഇല്ലാണ്ട് പോയതുകൊണ്ട് തന്നെ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും പോയ ദിവസം തന്നെ ഞങ്ങൾ ഗംഗാ ആരതി കാണാൻ പോയി. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. പക്ഷെ എന്താ അറിയില്ല, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് അവിടുന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ഞങ്ങൾ വീണ്ടും ഗംഗാരതി കാണാൻ പോയി. ഇത്തവണ പോയത് അസ്സിഘട്ടിലാണ്. അത്രയ്ക്കും ക്ലോസ് ആയിട്ട് ഞങ്ങൾക്ക് ഇത് വാച്ച് ചെയ്യാൻ പറ്റി. എന്തായാലും അടിപൊളിയായിരുന്നു, അടിപൊളി വൈബാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ മോർണിംഗ് അസ്സിഘട്ടിലെ ബോട്ട് റൈഡിന് പോയി. അതും ഇതുപോലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എങ്ങനെ അത് പറഞ്ഞു തരുമെന്ന് അറിയില്ല, അത്രയും അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ചായക്ക് ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആണ്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മണികർണിക ഘട്ടിലോട്ട് പോയി. അങ്ങോട്ട് പോകുന്ന രണ്ട് വഴിയിലും നമുക്ക് കാണാൻ പറ്റും കുറേ വിറകുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ളത്. അത് വേറൊന്നിനുമല്ല, ഡെഡ് ബോഡീസ് കത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് സമയത്തും അവിടെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഡെഡ് ബോഡീസ് കാണാൻ പറ്റും. അവിടുന്ന് അസ്സിഘട്ടിലേക്ക് ഞങ്ങൾ ഒരു ഷെയർ ബോട്ട് റൈഡ് ആണ് പോയിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് വേണമെങ്കിൽ പറയാം. കാരണം ബനാറസിന്റെ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കാൻ പറ്റി. എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ പോലും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു ബനാറസ്. പക്ഷെ ഇനിയും ഇങ്ങോട്ടേക്ക് വരണം എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. അത്രയും പോസിറ്റീവ് എനർജി ഉള്ള ഒരു പ്ലേസ് ആണ്.